അപ്പോൾ ഒന്നൊരു കയ്പ്പയ്ക്കപ്പേരിയുടെ ഒരു വീഡിയോ ആണ് കേട്ടോ. കയ്പ്പയ്ക്കപ്പേരി കയ്പ്പ് കുറയാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ് കേട്ടോ അത്. അപ്പോൾ ഇതാ കയ്പ്പയ്ക്ക കാണിക്കാതെ നുറുക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് അത് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അങ്ങനെ തിരുമ്മി വെച്ചിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട്. അടച്ച് വയ്ക്കൽ കഴിഞ്ഞിട്ട് ഇതാ കണ്ടോ, ഇങ്ങനെ എന്നിട്ട് പിഴിഞ്ഞാൽ അതിൻ്റെ നീരിൽ ചാടും. കണ്ടോ, കയ്പ്പയ്ക്കൊക്കെ ഒന്ന് വാടിയ പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ആ നീരൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്താൽ അതിൻ്റെ കയ്പ്പൊക്കെ പോകും കേട്ടോ. അങ്ങനെ കയ്പ്പയ്ക്കപ്പേരി വെച്ചാൽ നല്ല രസമാണ്. കയ്പ്പൊന്നും ഉണ്ടാവില്ല, ചെറുതായ കയ്പ്പേ ഉണ്ടാവുള്ളൂ. കണ്ടോ, അതൊക്കെ പിഴിഞ്ഞെടുത്ത് അതിലേക്ക് ഞാൻ കടുകും ഉണക്കമുളകും മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും. ഇനി നല്ല വെന്തിട്ട് അടുപ്പത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി അത് വേവണം. എന്നിട്ട് പിന്നെ നല്ല വറുത്തെടുക്കും പോലെ ആക്കിയെടുക്കണം കേട്ടോ. നല്ല വെള്ളമൊക്കെ നീരൊക്കെ വറ്റിച്ചെടുക്കണം. ഇതാ അങ്ങനെ വേവിച്ചെടുത്തു കേട്ടോ. അതാ വേവിക്കൽ കഴിഞ്ഞു. ഞാൻ നല്ല നീരൊക്കെ വറ്റണം കേട്ടോ. അതാ കണ്ടോ, നീര് വറ്റിയപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ഇത്ര പേരേ നീരൊക്കെ വറ്റി. അങ്ങനെ അധികം കയ്പ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല കയ്പ്പ് കുറഞ്ഞിട്ടുണ്ടാവും ഇതൊക്കെ. കണ്ടോ, അത്ര പേരേ നന്നായി വലിഞ്ഞ് വന്നിട്ടുണ്ട്. അതൊക്കെ നല്ല വെള്ളമൊക്കെ വറ്റി നീരൊക്കെ നല്ല വറ്റിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ. അങ്ങനെ ആയി കിട്ടണം, എന്നാൽ കയ്പ്പുണ്ടാവില്ല. പിന്നെ നമ്മളെ ഉച്ചക്കലത്തെ കറി ഇതാണ് കേട്ടോ. മത്തങ്ങ തേങ്ങ അരച്ച് വെച്ചതാണ്. ഇതെന്താ, പിന്നെ കയ്പ്പയ്ക്കപ്പേരി, പിന്നെ അന്നുണ്ടാക്കിയ അച്ചാറില്ലേ അതുണ്ട് കേട്ടോ. അന്നുണ്ടാക്കിയ അച്ചാർ, പപ്പടം, അതാണ് ഇന്നത്തെ ഉച്ചക്കലത്തെ കേട്ടോ. അച്ചാർ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.